ഡൽഹി ജന്തർ മന്ദറിൽ ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ധർണ നടത്തി. പെല്ലറ്റ് ആക്രമണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങില്ലെന്നും വ്യക്തമാക്കി രാഹുൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. സിജെപി സംഘടിപ്പിച്ച പാർലമെന്റ് മാർച്ചിനിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലും ചോർച്ചയിലും പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പരീക്ഷാ സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയത്. ഈ പ്രതിഷേധത്തിനിടെ പോലീസ് അതിക്രമം അഴിച്ചുവിടുകയും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തെന്നാണ് ആരോപണം. ആക്രമണത്തിൽ പരിക്കേറ്റ സഹിൽ ലോജവ്, സഞ്ജീവ് തുടങ്ങിയ വിദ്യാർത്ഥികളിൽ സഞ്ജീവ് റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പെല്ലറ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സഹിൽ ലോജവ് ഓഗസ്റ്റ് 14 അഭിഭാഷകർക്കൊപ്പം ഡൽഹി പോലീസിൽ രേഖാമൂലം പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുത്തതിന്റെ രജിസ്റ്റർ നമ്പരോ രസീതോ നൽകാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് ഓഗസ്റ്റ് 17 ഇമെയിൽ വഴിയും ഫോൺ വഴിയും കേസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. കേസെടുക്കാൻ പോലീസ് തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ടത്. സഹിലിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കുമൊപ്പം ആദ്യം മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിലെത്തിയ രാഹുൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചതിനെ തുടർന്ന് കൊനാട്ട് പ്ലേസിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി DCPയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച് സ്റ്റേഷന് മുന്നിൽ ധർണയിരിക്കുകയുമായിരുന്നു. പോലീസിന്റെ നടപടി വൈകിപ്പിക്കലല്ലെന്നും നീതിനിഷേധമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. നേരത്തെ ജൂലൈ 25 നടത്തിയ വാർത്താ സമ്മേളനത്തിലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും ജന്തർ മന്ദറിലെ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന് രാഹുൽ ഗാന്ധി ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ മാരക ആയുധങ്ങളും പെല്ലറ്റ് തോക്കുകളും ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ആഭ്യന്തരമന്ത്രിയാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർക്ക് നേരെ കടുത്ത നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന നിലപാടാണ് ഡൽഹി പോലീസ് സ്വീകരിച്ചത്. അതിനിടെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള പോലീസ് അതിക്രമം അന്വേഷിക്കാൻ സുപ്രീം കോടതി ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജി R. സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രൂപീകരിച്ചത്. ഈ അന്വേഷണ സമിതി നിലവിൽ വന്ന സാഹചര്യത്തിലാണ് വിഷയം വീണ്ടും വീര്യത്തോടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും പോലീസിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ FIR രേഖപ്പെടുത്തുകയോ കേസിന്റെ രസീതോ നമ്പരോ കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നത് ഗുരുതരമായ ആക്ഷേപമാണ്. എന്തായാലും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഈ വിദ്യാർത്ഥികൾക്കൊപ്പം ഇപ്പോൾ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ.